പ്രകൃതി തന്നെ കാവലാളായ കാട് കോവിലാകുന്ന ഒരിടം. ദക്ഷിണ കാശി എന്ന ഭക്തർ നെഞ്ചേറ്റുന്ന കൊട്ടിയൂരിലെ വൈശാഖ മഹോത്സവത്തിലെ 4 ആരാധനകളിൽ മൂന്നാമത്തെ ആരാധനയായ രേവതി ആരാധന അക്കരെ സന്നിധിയിൽ നടന്നു. രേവതി ആരാധനയുടെ ഭാഗമായി പൊന്നിൻ ശീവേലി നടത്തി. രോഹിണി ആരാധന ജൂൺ 14 ഞായറാഴ്ച നടക്കും. കൊട്ടിയൂരിൽ വൈശാഖ മഹോത്സവത്തിലെ 4 പ്രധാന ആരാധനകളിൽ മൂന്നാമത്തെ ആരാധനയായ രേവതി ആരാധന അക്കരെ കൊട്ടിയൂരിൽ നടന്നു. രേവതി ആരാധനയുടെ ഭാഗമായി പൊന്നിൻ ശീവേലിയും നടന്നു. നെറ്റിപ്പട്ടമണിഞ്ഞാണ് ഭഗവാന്റെയും ദേവിയുടെയും തിടമ്പേറ്റുന്ന ഗജവീരന്മാർ തിരുവഞ്ചിറയിൽ ഇറങ്ങിയത്. ഭണ്ഡാരങ്ങൾ ശീവേലിക്ക് അകമ്പടിയായി. ഉച്ചയ്ക്ക് പൊന്നിൻ ശീവേലിയോടുകൂടി നടത്തുന്ന ചടങ്ങുകൾക്ക് ശേഷം വാളശന്മാർ, പാട്ടാളി, കാര്യത്ത്, കൈക്കോളൻ, കുടിപതികൾ എന്നിവയ്ക്കായി വാളറയ്ക്ക് മുന്നിൽ ആരാധന സദ്യ നടത്തി. പഞ്ചഗവ്യവും സന്ധ്യയോടെ മണിത്തറയിൽ സമർപ്പിച്ചു. തുടർന്ന് ആരാധനാ പൂജയും സ്വയംഭൂ വിഗ്രഹത്തിൽ പഞ്ചഗവ്യ അഭിഷേകവും നടക്കും. രേവതി ആരാധനാ നാളിൽ വമ്പിച്ച ഭക്തജന തിരക്കാണ് അക്കരെ കൊട്ടിയൂരിൽ അനുഭവപ്പെട്ടത്. മണിക്കൂറുകളോളം ക്യൂ നിന്നാണ് ഭക്തജനങ്ങൾക്ക് ദർശനം ലഭിച്ചത്. വൈശാഖ മഹോത്സവത്തിന്റെ അവസാനത്തെ ആരാധനയായ രോഹിണി ആരാധന ജൂൺ 14 ഞായറാഴ്ച നടക്കും.